ഹലോ അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി തആല വബറകാതുഹു. എൻ്റെ പേര് ഷീന എന്നാണ്. കോട്ടയം ജില്ലയിലെ പായിപ്പാടാണ് സ്വദേശം. ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ പ്രോജക്റ്റായിട്ടുള്ള ഫിജിക്കാർട്ട് ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയെക്കുറിച്ചും അതിലൂടെ നമുക്ക് എങ്ങനെ ബിസിനസ് പാർട്ട്ണറാവാം, ബിസിനസ് പാർട്ട്ണർ ആയതിനു ശേഷം എങ്ങനെ നമുക്ക് സാമ്പത്തിക വിജയം കൈവരിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചും ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഫിജിക്കാർട്ട് ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് എങ്ങനെയാണ് നമുക്ക് ജോയിൻ ചെയ്യുക? ആദ്യം തന്നെ ഈ കമ്പനി എന്താണ്? ഇതൊരു ഇ കൊമേഴ്സ് കമ്പനിയാണ് അല്ലേ? പേരിൽ തന്നെ ഫിജിക്കാർട്ട് ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് ഇ കൊമേഴ്സ് കമ്പനിയാണ്. ഇ കൊമേഴ്സ് കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഒരു വീട്ടിൽ ഒരാൾ പോലും ആമസോണോ ഫ്ലിപ്കാർട്ടോ മിന്ത്ര സ്നാപ്ഡീൽ മീഷോ തുടങ്ങിയ ആപ്പുകളിലൂടെ ഷോപ്പ് ചെയ്യാത്ത ഒരു വ്യക്തികൾ പോലും ഇല്ല അല്ലേ? നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നുമൊക്കെ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നത്. പ്രോഡക്റ്റുകൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത് നമ്മുടെ വീട്ടുമുറ്റത്ത് വരുമ്പോഴാണ് നമ്മൾ പൈസ കൊടുക്കുന്നത് അല്ലേ? അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിനെ ഓൺലൈൻ ബിസിനസ് എന്നാണ് പറയുന്നത്, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം. അങ്ങനെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ട് നിൽക്കുന്ന വെബ്സൈറ്റുകൾ നമുക്കറിയാം, ആമസോൺ, ഫ്ലിപ്കാർട്ട്, സ്നാപ്ഡീൽ, മീഷോ. ഓക്കെ, ഇനി ഇതുപോലെ ഒരു വെബ്സൈറ്റ് തന്നെയാണ് നമ്മുടെ ഫിജിക്കാർട്ട് ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. പക്ഷേങ്കിൽ ഇവിടെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു കമ്പനിയിൽ നമുക്ക് ഓൺലൈനായിട്ടും, അതായത് ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ നമ്മൾ എങ്ങനെയാണ് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നത് അതുപോലെ ഓൺലൈനായിട്ടും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. കമ്പനിയുടെ തന്നെ 70 തരം ഷോപ്പുകൾ കേരളത്തിൽ അവൈലബിൾ ആണ്. നമുക്ക് അവിടെ പോയി നേരിട്ട് പ്രോഡക്റ്റ് മേടിക്കാനും സാധിക്കും. അതിനെയാണ് ഫിസിക്കലായിട്ട് ഷോപ്പ് ചെയ്യാൻ എന്ന് പറയുന്നത്. അങ്ങനെ ഫിസിക്കലായിട്ടും നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും, ഡിജിറ്റലായിട്ടും നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് fijiCart.com എന്ന കമ്പനിയുടെ ഒരു പ്രത്യേകത. ഇനി ഞാൻ പറയുന്നത് 4 മേഖലകൾ, അതായത് 4 ഇൻഡസ്ട്രികൾ ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു ബിസിനസ് ശൃംഖലയാണ് ഫിജിക്കാർട്ട് ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കുള്ളത്. അപ്പം ഈ ആമസോണോ ഫ്ലിപ്കാർട്ടോ മിന്ത്രയൊക്കെ എന്ന് പറയുമ്പം ഒറ്റ ഒരു മേഖല മാത്രമേ അവർക്കുള്ളൂ, അതായത് ഇ കൊമേഴ്സ് മേഖല മാത്രം. ഇനി മറ്റൊരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് സെല്ല് മാത്രമാണ് അവർ ചെയ്യുന്നത്. ഇ കൊമേഴ്സ് കമ്പനി ആകുമ്പോഴത്തേനും അവർക്ക് സ്വന്തമായിട്ട് പ്രോഡക്റ്റുകളില്ല. പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് ചെറിയ ഒരു ലാഭത്തിൽ അവരൊരു ചെറിയൊരു എമൗണ്ട് കൊടുത്ത് വാങ്ങിയിട്ട് അവർ നേരെ കസ്റ്റമറിലേക്ക് എത്തിക്കുകയാണ്. ഈ കസ്റ്റമറിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് കുറച്ച് ലാഭമൊക്കെ, നമ്മളിപ്പോൾ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ലാഭമൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ ആ ലാഭം കിട്ടുന്നതൊന്നും നമ്മുടെ അക്കൗണ്ടിലോട്ടൊന്നും വരുന്നില്ല. പ്രോഡക്റ്റ് നമുക്ക് ലാഭമായിട്ട് കിട്ടുന്നു എന്നുള്ളത് അല്ലേ? ഇവിടെ ശരിക്കും ലാഭം കിട്ടുന്ന ആർക്കാണ്? ഇ കൊമേഴ്സ് കമ്പനി ആയിട്ടുള്ള ആമസോണിനും ഫ്ലിപ്കാർട്ടിനുമാണ് അല്ലേ? അപ്പം ആ ഒരു മേഖല നമ്മുടെ ഈ ഒരു ഫിജിക്കാർട്ടിന് ഉണ്ട്. അതാണ് ഒന്നാമത്തെ ഇ കൊമേഴ്സ് മേഖല എന്ന് പറയുന്നത്. ഇ കൊമേഴ്സ് മേഖലയിൽ ഫിജിക്കാർട്ടിൻ്റെ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോഴത്തേനും എല്ലാം നമ്മുടെ ഇന്ന് പോപ്പുലറായിട്ടുള്ള ഈവൻ മിൽമ വരെ ഈ ഒരു കമ്പനിയിൽ അവൈലബിൾ ആണ്. അതാണ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ട് നമ്മൾ ഫിജിക്കാർട്ടിലുള്ളത്. പോപ്പുലറായിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും നമ്മളിപ്പം നമ്മുടെ ഷോപ്പുകളിൽ, സാധാരണ ഷോപ്പുകളിൽ കിട്ടുന്ന എന്താണേലും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ പ്രോഡക്ട്സുകളും, പോപ്പുലർ ബ്രാൻഡ്സ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഈ ഒരു കമ്പനിയിൽ. അതാണ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന് ഞാൻ പറഞ്ഞത്. ഞാനത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ കയ്യിലിരിക്കുന്ന പ്ലാൻ ബുക്ക് ഒന്ന് കാണിക്കുകയാണ്. ഓക്കെ, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് കമ്പനിയുടെ അല്ലാത്ത പ്രോഡക്റ്റുകൾ എന്ന് പറയുമ്പം ഇത് നമ്മൾ സ്ഥിരം മേടിക്കുന്ന പോപ്പുലറായിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ സാധനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഡയറക്റ്റ് സെൽ കമ്പനി എന്ന് പറയുമ്പം നമ്മുടെ മേഖലയിലെ ഒരു മേഖലയാണ് ഡയറക്റ്റ് സെൽ കമ്പനി. ഡയറക്റ്റ് സെൽ കമ്പനി എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ മുൻപിലൊക്കെ ഇളമെൻസിൻ്റെയും മാഗ്നസ, അതുപോലെ DXN, അങ്ങനെ കുറേ ഡയറക്റ്റ് സെൽ
കമ്പനികളുടെ പ്രോഡക്റ്റുകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടാവും. നിങ്ങളത് മേടിച്ച് ഉപയോഗിച്ചിട്ടുള്ള വ്യക്തികളൊക്കെ ആയിരിക്കാം. എന്ന് പറഞ്ഞ പോലെ ഒരു മേഖല ഡയറക്ട് സെൽ കമ്പനിയാണ്. ഡയറക്ട് സെൽ കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് സ്വന്തമായിട്ട് പ്രോഡക്റ്റ് ഉണ്ട് അല്ലേ? കമ്പനിക്ക് സ്വന്തമായ പ്രോഡക്റ്റ് ഉണ്ട്. ആ ഒരു പ്രോഡക്റ്റ് റീറ്റെയിലർക്ക് കൊടുക്കുന്നു, റീറ്റെയിലർ കസ്റ്റമർക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ റീറ്റെയിലർക്കാണ് ഒരു ലാഭം, നല്ലൊരു ലാഭം കിട്ടുന്നത് റീറ്റെയിലർക്കാണ്. ഇവിടെ ഇടനിലക്കാരില്ല, കമ്പനിയുടെ പ്രോഡക്റ്റ്സ് വിറ്റഴിക്കാൻ വേണ്ടി അഡ്വർടൈസ്മെൻ്റ് ഇല്ല. അപ്പോൾ ഈ റീറ്റെയിലറിലൂടെയാണ് കസ്റ്റമറിലേക്ക് എത്തുന്നത് അല്ലേ? അപ്പം ഇവിടെ നമ്മുടെ ഡയറക്ട് സെല്ലിൻ്റെ മേഖലയിൽ ഫിജി കാർട്ടിന് സ്വന്തമായിട്ട് പ്രോഡക്ട്സുകളുണ്ട്. അതായത് ആര്യസൂക്ത, ഫിജി ഗ്രീന്, ഡി ലെതർ ലക്ഷറി, ബോബീസ്, ടിവോന പെയിൻസ്, ലിവേർ, ബേബി മർഡോണ, ബേബി ഗ്രീൻ, സോസ്ത്യ, സ്ലീവ് ലൈൻ, ഒസോണ, ഉർബൻ സോയിൽ തുടങ്ങിയ ബ്രാൻഡിലുള്ള പ്രോഡക്റ്റുകൾ കമ്പനിയുടെ പ്രോഡക്റ്റുകളാണ്. ഈ പ്രോഡക്റ്റുകളാണ് ഡയറക്ട് സെൽ വിഭാഗത്തിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്നത്. അത് കമ്പനിയുടെ സ്വന്തം പ്രോഡക്റ്റാണ്. അതാണ് ഡയറക്ട് സെൽ മേഖലയിൽ കമ്പനിയിൽ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റുന്ന പ്രോഡക്ട്സുകൾ. ഇനി അടുത്ത ഞാൻ റെഫറൽ മാർക്കറ്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. റെഫറൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്കും ആ വ്യക്തിയിൽ നിന്നും അടുത്ത വ്യക്തികളിലേക്കും റെഫറൽ, ഇരട്ടിപ്പിക്കൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയും. അതായത് ഒരു വ്യക്തിയിൽ നിന്നും ഒരു ബിസിനസ് അവസരം അല്ലെങ്കിൽ ഏതെങ്കിലും അവസരമാവട്ടെ, എന്തെങ്കിലും ആവട്ടെ, അത് മറ്റൊരു വ്യക്തിയിലേക്ക് പാസ് ചെയ്യുന്നു. ആ വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്കും പാസ് ചെയ്യുന്നു. ഇങ്ങനെ ഇരട്ടിപ്പിക്കലാണ് റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ 3 മേഖലകളുടെ കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി 4ാമത്തെ മേഖല എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് വെൽനസ് ആണ്. ഈ മേഖലയിൽ കമ്പനിയുടേതായിട്ടുള്ള പ്രോഡക്ട്സുകളുണ്ട്. അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലേ, നമ്മുടെ ജീവിതശൈലി, നമ്മുടെ ആഹാര രീതിയും കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ടൈമുകളാണ്. അപ്പം നമ്മൾ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയും നമുക്കൊരു ഇമ്മ്യൂണിറ്റി പവർ വരാൻ വേണ്ടിയുമുള്ള ഒരുപാട് ഹെൽത്ത് ഡ്രിങ്കുകൾ, ടോണിക്കുകളൊക്കെ നമ്മുടെ കമ്പനിയുടെ അവൈലബിൾ ആണ്. അപ്പം ആ ഒരു മേഖലയിലും അല്ല, ഹെൽത്ത് ആൻഡ് വെൽനസ്, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള പ്രോഡക്ട്സുകളൊക്കെ കൊണ്ട് നമ്മുടെ കമ്പനി അവൈലബിൾ ആണ്. അതും ഈ 4 മേഖലകളിലും കൂടി ഒന്നിച്ച് കിട്ടുന്ന ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണത്. അപ്പം ഈ 4 ബിസിനസ് മേഖലയാണ് ഒന്നിച്ച് കൂട്ടി യോജിപ്പിച്ച ഒരു ബിസിനസ് ശൃംഖലയാണ് ഫിജി കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും കിട്ടുന്ന ഒരു പ്രോഫിറ്റാണ് കമ്പനി നമുക്ക് ഷെയർ ചെയ്ത് തരുന്നത്. ഇൻകമായിട്ടും അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ഒക്കെ ആയിട്ടും നമുക്ക് കിട്ടുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തത് ഇതിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം എന്ന് ചോദിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾ എത്തിക്കാണും എന്ന് വിശ്വസിക്കുന്നു. നമ്മളെങ്ങനെയാണ് ഇതിലേക്കൊരു ജോയിൻ ചെയ്യേണ്ടത്? നമ്മൾ 100 സെയിൽ വോളിയത്തിൻ്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കമ്പനിയിലേക്ക് ബിസിനസ് പാർട്ട്ണറായിട്ട് നമുക്കൊരു ബിസിനസ് ചെയ്യാനുള്ള വരുമാനം മേടിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കുന്നത് അല്ലേ. ഈ സെയിൽ വോളിയം എന്ന് പറയുമ്പോൾ ഓരോ പ്രോഡക്റ്റിനും അതിൻ്റെ ഒരു വാല്യൂ അനുസരിച്ച്, ഇപ്പം 1000 രൂപയുടെ ഒരു പ്രോഡക്റ്റിൻ്റെ 1 or 2 ആയിരിക്കാം സെയിൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമുക്ക് 100 സെയിൽ വോളിയം വരുന്ന പ്രോഡക്റ്റുകൾ എടുത്തുകൊണ്ട് നമുക്ക് ഇതിലേക്കൊരു ID ആക്ടിവേഷൻ ചെയ്തുകൊണ്ട് കമ്പനിയുടെ ബിസിനസ് പാർട്ട്ണർ ആവുകയാണ്. അങ്ങനെ നമ്മൾ ബിസിനസ് പാർട്ട്ണർ ആകുമ്പോൾ നമുക്കൊരു ഓൺലൈൻ സ്റ്റോർ കമ്പനി തുറന്നു തരികയാണ് അല്ലേ. നമ്മളൊരു ഷോപ്പ് അല്ലെ ഒരു കടയൊക്കെ ഇടണമെങ്കിൽ സത്യത്തിൽ എത്ര രൂപ കൊടുക്കണം, എത്ര എമൗണ്ട് കൊടുക്കണം, എന്തൊക്കെ ചിലവുകളാണ്, ലോണിന് വേണ്ടി നമ്മൾ പായണം, എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലേ. ഇത് വെറും 22,000 രൂപയ്ക്ക് നമുക്കൊരു ഓൺലൈൻ സ്റ്റോർ കമ്പനി തരികയാണ്, കമ്പനിയുടെ പാർട്ട്ണർ ആവുകയാണ്. ഇനി 100 സെയിൽ വോളിയം എന്ന് പറയുമ്പോൾ നമുക്കൊരു 20-നും 22-നും ഇടയ്ക്കുള്ള ഒരു എമൗണ്ടാണ് പ്രോഡക്റ്റുകൾ നമ്മുടെ വീട്ടിലത്തേക്ക് വേണ്ടി നമ്മൾ മേടിക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. വേറെ ആർക്കും നമ്മൾ മേടിച്ചു കൊടുക്കുന്നില്ല, നമ്മുടെ വീട്ടിലത്തേക്ക് വേണ്ടി നമ്മൾ മേടിക്കുന്നു. ഇതിലൂടെ കമ്പനിയുടെ ഉദ്ദേശം എന്താണെന്ന് പറയുമ്പോഴത്തേക്കിനും ഞാൻ അതും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇപ്പം ഉദാഹരണം ഞാൻ പറയട്ടെ, ലെക്സ് സോപ്പ്
അല്ലേ? ഈ ലെക്സ് സോപ്പിൻ്റെ കമ്പനിക്കാർ ഹിന്ദുസ്ഥാൻ ലീവർ ആണ്. അപ്പോൾ ആ കമ്പനിക്കാർ ഈ പ്രോഡക്റ്റ് ലെക്സ് എന്ന് പറയുന്ന ഒരു സോപ്പ് ഉണ്ടാക്കി. പക്ഷേങ്കിൽ അവർക്ക് അഡ്വർടൈസ്മെൻ്റ് ഇല്ല, ഇടനിലക്കാരില്ല, മാധ്യമങ്ങളിലൂടെ അത് അറിയിക്കുന്നൊന്നുമില്ല. പക്ഷേ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത് എങ്ങനെയാണ്? ഇതെങ്ങനെയാണ് എത്തിക്കുന്നത്? ഇതുപോലെ ഒരു ഡയറക്റ്റ് സെൽ കമ്പനി ആയിരുന്നെങ്കിൽ ചിലപ്പം ആളുകൾ ചിലപ്പോൾ ഇത്രയും സാധനം മേടിക്കത്തില്ല. പക്ഷേ ഇവരുടെ സാധനം എന്തുകൊണ്ടാണ് ഇത്രയും വിറ്റഴിയുന്നത്, അല്ലേ? അത് ഐശ്വര്യ റായി ഒക്കെ വന്ന് കുളിച്ച് കഴിയുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഓൾറെഡി എത്ര രൂപ മുടക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് ലെക്സിട്ട് കുളിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ മറ്റൊരു ഫെയർ ആൻഡ് ലവ്ലി പിന്നെ ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻ്റ് ഇല്ല എങ്കിൽ മീഡിയ അതിന് തിരഞ്ഞെടുത്ത് ഈ ഒരു ഇതായിട്ട് മീഡിയ അവർ തിരഞ്ഞെടുത്തില്ല, അവർക്ക് അഡ്വർടൈസ്മെൻ്റ് ഇല്ല, ഒന്നുമില്ല എങ്കിൽ ഫെയർ ആൻഡ് ലവ്ലി ഇത്രയും വിറ്റഴിയത്തില്ല, അല്ലേ? പണ്ട് തൊട്ട് എന്താ ഫെയർ ആൻഡ് ലവ്ലി എന്താ നമ്മൾ പരസ്യമൊക്കെ കാണുന്നത് പോലെ ഫെയർ ആൻഡ് ലവ്ലി പിന്നെ ഒരു കറുത്ത ഒരു പെൺകുട്ടി വരുന്നു, അവൾക്ക് കോളേജിൽ പോകുമ്പം ആൺ സുഹൃത്തുക്കളെ ഒന്നും കിട്ടുന്നില്ല. അപ്പം അങ്ങനെ വിഷമിച്ച് നടക്കുമ്പോഴാണ് അവളിങ്ങനെ പിന്നെ ഒരു പരസ്യം കാണുന്നത്. ഫെയർ ആൻഡ് ലവ്ലി തൂത്തപ്പോൾ ഒരു പെൺകുട്ടിക്ക് കുറേ അധികം ആൺ സുഹൃത്തുക്കളെ കിട്ടി. അങ്ങനെ അവൾ പെട്ടെന്ന് ഒരു ഫെയർ ആൻഡ് ലവ്ലി കടയിൽ പോയി മേടിച്ചു, അവൾ വെളുത്തു, അവൾക്ക് ഒരു ആൺ സുഹൃത്തുക്കളെ കിട്ടി. ഇതാണ് അഡ്വർടൈസ്മെൻറ്റിൻ്റേത്. ഇത് കാണുമ്പോൾ ജനങ്ങൾ എന്താ ചെയ്യുന്നത്? സംഭവം മേടിക്കും, വെളുത്തിട്ടേ പറ്റത്തുള്ളൂ, പൈസ പോയാലും കുഴപ്പമില്ല, വെളുക്കും എന്നുള്ള ഒരു വിശ്വാസം, ഒരു കോൺഫിഡൻസ് ആണ് അവർക്ക് കൊടുക്കുന്നത്, അല്ലേ? ആ പരസ്യത്തിലൂടെ ആ ഒരു വ്യക്തിക്ക് ആ കോൺഫിഡൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ മറ്റൊന്നും നോക്കുന്നില്ല, നമ്മൾ ക്യാഷ് നോക്കുന്നില്ല, നമുക്ക് ആ കോൺഫിഡൻസ് കിട്ടി. അതുകൊണ്ട് നമ്മൾ ആ ഫെയർ ആൻഡ് ലവ്ലി മേടിച്ച് ഉപയോഗിക്കുകയും ചെയ്യും. ഇതാണ് ഇപ്പം നമ്മുടെ ഈ ഒരു പോപ്പുലർ ബ്രാൻഡ്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയും നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം അതിന് പരസ്യമുള്ളത് കൊണ്ട് നമ്മുടെ മനസ്സിൽ അതങ്ങ് പതിഞ്ഞു പോയി, അത് സൂപ്പറാണ്, അത് റിസൾട്ട് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ആ സാധനം നമുക്ക് അതേ ഉപയോഗിച്ചാലേ നമ്മൾ മലയാളികളുടെ ഒക്കെ അത് ഉപയോഗിച്ചാലേ നമുക്ക് പറ്റത്തുള്ളൂ. വേറെ ഒരു ക്രീം എത്ര ഗുണമുള്ള ക്രീമുകളാണെന്ന് പറഞ്ഞാലും നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചെന്ന് പറഞ്ഞാലും നമുക്കത് വേണ്ട. നമുക്ക് പരസ്യത്തിലെ നായിക തേച്ച് വെളുത്ത പ്രോഡക്റ്റുകൾ മാത്രം മതി. സംഭവം സൈഡ് എഫക്റ്റ് ഉണ്ടോ ഒന്നും നമുക്ക് വേണ്ട, നമുക്കത് മതി. അതാണ് നമ്മളുടെ ഒരു പിന്നെ ദോഷം എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇനിയും ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറയുമ്പോൾ നമ്മൾ 100 സെയിൽ വോളിയത്തിൻ്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഐ.ഡി എടുക്കുന്നു. 20,000 22,000 ഇടയ്ക്കുള്ള ഒരു എമൗണ്ടാണ്. പ്രോഡക്റ്റുകൾ നമ്മുടെ ഇഷ്ടം ഉള്ള പ്രോഡക്റ്റുകൾ നമുക്ക് എടുക്കാം. TV എടുക്കാം, വാച്ച് എടുക്കാം, ബെഡ്ഷീറ്റ് എടുക്കാം, പിന്നെ ഗ്രോസറി ഐറ്റംസ് എടുക്കാം, ക്ലീനിങ് ഐറ്റംസ് എടുക്കാം, എന്തും ആയിക്കോട്ടെ. അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഷോപ്പിൽ പോയി നേരിട്ട് വേണമെങ്കിലും സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ. ഇനി 50 സെയിൽ വോളിയത്തിൻ്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ടും 25 സെയിൽ വോളിയത്തിൻ്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ കമ്പനിയിലൊരു ഐ.ഡി ആക്ടിവേഷനായി ബിസിനസ് പാർട്ട്ണർ ആവാം. പക്ഷേ 100 സെയിൽ വോളിയത്തിൻ്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് കയറുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കമ്പനിയുടെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടത്തുള്ളൂ. കമ്പനിയുടെ എല്ലാ ആനുകൂല്യങ്ങളെന്നും പറയുമ്പോൾ കമ്പനിക്ക് 6 തരത്തിലുള്ള ഇൻകമാണ് കിട്ടുന്നത്. അതിൽ പിന്നെ അവാർഡ്സ് ആൻഡ് റിവാർഡ്സുകളുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് വരുന്നുണ്ട്, തുടങ്ങിയ ആനുകൂല്യങ്ങൾ. പിന്നെ 3 തലമുറയ്ക്ക് കഴിക്കാനുള്ളത് കമ്പനി തരും എന്ന് പറയുന്നത് ഈ 100 സെയിൽ വോളിയം എടുക്കുന്ന വ്യക്തികൾക്ക് മാത്രം അർഹതപ്പെട്ടതാണ്. അപ്പോൾ 25 സെയിൽ വോളിയവും 50 സെയിൽ വോളിയത്തിലും ഐ.ഡി ആക്ടിവേഷൻ ചെയ്യുന്ന വ്യക്തികൾക്ക് നമുക്ക് കമ്പനിയുടെ 13 റാങ്കിൽ 10ാമത്തെ റാങ്ക് വരെ എത്താൻ സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഒരു 6,000 7,000 രൂപയോ ഒറ്റയടിക്ക് എടുക്കാൻ സാധിക്കാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 5 സെയിൽ വോളിയത്തിൻ്റെ ഒരു കോംബോ, അതായത് ക്ലീനിങ് പ്രോഡക്റ്റ്സ് ആണ്. എൻ്റെ മുമ്പിൽ കുറച്ച് ക്ലീനിങ് പ്രോഡക്റ്റ്സ് ഇരിപ്പുണ്ട്. ഞാനത് കൊടുക്കുന്ന വ്യക്തികളൊക്കെ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ക്വാളിറ്റി ഉള്ളതായതുകൊണ്ട് അവർ വീണ്ടും പ്രോഡക്റ്റ്സ് വേണമെന്ന് പറയും. അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട. നമ്മൾ ഒന്ന് ഉപയോഗിച്ചാൽ പിന്നെ വേണമെന്ന് തന്നെ പറയത്തുള്ളൂ. അപ്പോൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ കാണിക്കുകയാണ്. ഈ പ്രോഡക്റ്റ്സ് ഞാൻ കമ്പനിയുടെ പ്രോഡക്റ്റ്സുകളാണ് കേട്ടോ, ഫിജിക്കാർട്ടിൻ്റെ പ്രോഡക്റ്റ്സുകളാണ്. ഇതിപ്പം എനിക്ക് പിന്നെ ആവശ്യക്കാർ വേണമെന്ന് പറയും, ഞാൻ കൊടുത്തിട്ടുള്ളവരൊക്കെ വേണമെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ പിന്നെ മേടിച്ച് വെക്കുന്നതാണ്.
ഇപ്പോൾ ഡിറ്റർജൻറ്റ്, ഷാമ്പു, തുണി അലക്കുന്ന ഷാമ്പു ഉണ്ട്, ഹാൻഡ് വാഷ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ 100 ഗ്രാമിൻ്റെ ഒരു തേയിലയും കിട്ടുന്നുണ്ട്. ഈ തേയിലയുടെ കൂട്ടത്തിൽ നമുക്കൊരു ടിക്കറ്റ് കിട്ടും. ഈ ടിക്കറ്റ് നമുക്ക് ഈ ഒരു കോമ്പോയുടെ കൂട്ടത്തിൽ കിട്ടുന്ന ടിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഒരു ടിക്കറ്റ് മാത്രമല്ല, 30 ദിവസത്തേക്കുള്ള ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റിൽ ഒരു ടിക്കറ്റിന് 10 ലക്ഷം രൂപ വരെ അടിക്കുന്നു. ഒരു ദിവസം 10 ലക്ഷം രൂപ വരെ അടിക്കുന്നുണ്ട്. കൂടാതെ 100 തൊട്ട് 25,000 രൂപ വരെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് എല്ലാം സൂപ്പറാണ്. ഇതുകൊണ്ട് സ്റ്റിഫ് ആൻഡ് ഷൈൻ അങ്ങനെ അടിപൊളി സാധനങ്ങളാണ് കേട്ടോ. പ്രോഡക്റ്റ്സിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതാണ് 1395 രൂപയുടെ ഒരു കോംബോ ആണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അങ്ങനെ ഇതിന് 5 സെയിൽ വോളിയമാണ്. ഈ 5 സെയിൽ വോളിയത്തിന് ഒരു പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് നമുക്കൊരു ഐ ഡി എടുക്കാൻ പറ്റും. ഐ ഡി ആക്ടിവേഷൻ ആകുകയില്ല, ഐ ഡി എടുക്കാൻ പറ്റും. ഈ ഐ ഡി എടുത്തുകൊണ്ട് നമ്മൾ 5 സെയിൽ വോളിയം എടുക്കുക. അപ്പം 1395 രൂപയെ നമ്മുടെ കയ്യിലുള്ളൂ. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 25 സെയിൽ വോളിയം ഉണ്ടെങ്കിലേ നമുക്ക് ഐ ഡി ആക്ടിവേഷൻ ആക്കാൻ പറ്റുകയുമുള്ളൂ, കമ്പനിയുടെ ബിസിനസ് പാർട്ണർ ആവാൻ പറ്റുകയുമുള്ളൂ. അപ്പോൾ നമ്മൾ വിഷമിക്കേണ്ട. നമ്മൾ എന്താ ചെയ്യേണ്ടത്? 4 പേരെ കൊണ്ട് നമ്മൾ ഈ ഒരു കോംബോ പാക്കേജ് എടുപ്പിക്കുക. ഈ 4 പേരെ കൊണ്ട് എടുപ്പിക്കുമ്പം നമുക്ക് 4 പേരുടേതും 20 സെയിൽ വോളിയം കിട്ടും അല്ലേ? ഒരാളുടെ 5 വെച്ച് 4 പേരുടെ 20 സെയിൽ വോളിയം കിട്ടും. അപ്പോൾ ഇവർ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ ഐ ഡിയിലായിരിക്കണം ഇവർക്ക് ഈ പ്രോഡക്റ്റ് എടുത്തു കൊടുക്കേണ്ടത്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ മേടിക്കുന്നതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ, ഈ ഒരു പ്രോഡക്റ്റ് അവർക്ക് കിട്ടുന്നില്ലേ? പിന്നെ അവർക്ക് 100 ഗ്രാമിൻ്റെ തേയിലയുടെ കൂട്ടത്തിൽ ഈ ഒരു പിന്നെ ലക്കി വിന്നർ 30 ദിവസത്തേക്കുള്ള കോംബോ കിട്ടുന്നില്ലേ? ടിക്കറ്റ് കിട്ടുന്നില്ലേ? അപ്പം അടിച്ചാൽ അത് 10 ലക്ഷമല്ലേ? 100 തൊട്ട് 25,000 രൂപ വരെ കിട്ടുകയും ചെയ്യും. പിന്നെന്താ അവർക്ക് വിഷമം? അപ്പം അവർ ആ കോംബോ തീർച്ചയായിട്ടും എടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ അവരിലൂടെ നിങ്ങൾക്ക് 20 സെയിൽ വോളിയം കിട്ടുകയും ചെയ്യും. ആ 20 സെയിൽ വോളിയം നിങ്ങളുടെ ഐ ഡിയിലേക്ക് ആഡ് ചെയ്തിട്ട് 25 സെയിൽ വോളിയത്തിൽ നിങ്ങൾക്ക് ആ ഒരു ബിസിനസ് പാർട്ണർ ആകാൻ സാധിക്കുന്നതുമാണ്. ഈ 4 വിധത്തിലാണ് നമുക്ക് ഐ ഡി എടുക്കാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ ഇത്രയും സംസാരിക്കുന്നുള്ളൂ, കാരണം എല്ലാം കൂടെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് ലളിതമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചൊന്ന് അറിയിക്കുക, അല്ലെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടുക. കാരണം കുറേ അധികം പേർക്ക് ഒരു വട്ടം നമ്മൾ ഫോണിൽ കൂടെയാണെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ എന്താണെന്ന്. അത് എത്രത്തോളം നന്നായിട്ടുണ്ടെന്നും എനിക്കറിയില്ല. അപ്പം എന്താണെങ്കിലും നിങ്ങളെനിക്ക് ഒരു ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.